الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ക്രമീകരിക്കേണ്ടതും ചിട്ടപ്പെടുത്തേണ്ടതും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതനുസരിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതനുസരിച്ച് ആയിരിക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. മുസ്ലിം സമുദായം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും അനുദിനം മുസ്ലിം സമൂഹത്തിന് പുതിയ പുതിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇസ്ലാമിക സമൂഹം നേരിടുന്ന പ്രയാസങ്ങളെ നമ്മൾ എങ്ങനെ കാണണം? ഒരു പ്രയാസവുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എന്ന് അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതുന്നുവോ? അഫഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതുന്നുവോ? എങ്ങനെ? വലമ്മാ യഅതികും മസലുല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെടാതെ. മസ്സത്തുമുൽ ബഅ്സാഉ വദ്ദറാ, അവർക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബാധിച്ചു. വസുൽസിലു, അവർ പേടിച്ചു വിറച്ചു പോവുകയും ചെയ്തു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ആ റസൂലിന്റെ കൂടെ വിശ്വസിച്ച ആളുകളും പറഞ്ഞു പോകുമാറ്, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എവിടെ എന്ന്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിഞ്ഞുകൊള്ളുക അല്ലാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. അല്ലാഹുവിന്റെ റസൂലും ആ റസൂലിനെ വിശ്വസിച്ച ആളുകളും പേടിച്ച് വിറച്ചു പോകുന്ന അനുഭവം ഉണ്ടായി എന്നും, അങ്ങനെ അവർ എവിടെ അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിച്ചു പോയി എന്നും, അതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുമെന്നും, അത്തരം അനുഭവങ്ങൾ അനുഭവിച്ചു മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടുക എന്നും ഖുർആൻ പറയുമ്പോൾ നമുക്കൊരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ അങ്ങ് ജീവിച്ചു കളയാം എന്ന് വിചാരിക്കേണ്ടതില്ല. അമ്പിയാക്കന്മാർക്കും ആ അമ്പിയാക്കന്മാരെ തുടർന്ന് അവരുടെ കൂടെ വിശ്വസിച്ച സജ്ജനങ്ങളായ അവരുടെ സഹാബത്തിനും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ആളുകൾക്ക് ക്ഷമയില്ലാതെ വരുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം പോലും പലരും നിഷേധിച്ചു കളയുന്നു.
മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് ദുരിതമുണ്ടാകുന്നു എന്ന് ചോദിക്കുന്നു. രണ്ട് നിലക്ക് ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തകരാറുകളും പാളിച്ചകളും പോരായ്മകളും അതിന് അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷയായിരിക്കാം. മറ്റൊന്ന്, നമ്മുടെ ഈമാൻ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും നമ്മൾ കൂടുതൽ നല്ലവരും യോഗ്യരും ആയിത്തീരുവാനുമുള്ള പരീക്ഷണമായിരിക്കാം. രണ്ടാണെങ്കിലും നാം നമ്മെ നന്നാക്കുക എന്നത് മാത്രമാണ് പരിഹാരം. ലോകത്തെ പലതരത്തിലുള്ള മാറ്റങ്ങളും വരുന്നുണ്ട്. ആ മാറ്റങ്ങളൊക്കെ വരുന്നത് ഭൗതികമായ കണ്ടുപിടുത്തങ്ങളുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിലാണ്. നമുക്ക് സ്വർഗത്തിലെത്താൻ എന്ത് ചെയ്യണം എന്നതിന് അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ സഹായകമാകില്ല. നമ്മൾ സ്വർഗത്തിലെത്താൻ ചെയ്യേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. നാട്ടിൽ പല സംഘങ്ങളും പ്രസ്ഥാനങ്ങളും മതവിഭാഗങ്ങളും പലതും ചെയ്യുന്നു. അത് നമ്മളും ചെയ്താൽ എന്താകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലക്കും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ. നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ മുമ്പുണ്ടായിരുന്ന ആളുകളുടെ ചര്യകളെ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. മുഴത്തിന് മുഴമായും ചാണിന് ചാണായും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ആളുകളുടെ മാർഗങ്ങളെ സമ്പ്രദായങ്ങളെ നിങ്ങൾ പിന്തുടരും. എന്നിട്ട് അവർ പോയി ഒരു ഉടുമ്പിന്റെ മാളത്തിൽ ചെന്ന് കയറിയാൽ നിങ്ങളും അതിൽ ചെന്ന് കയറും എന്ന്. എന്തിനാണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാതെ മറ്റു സമൂഹങ്ങളുടെ വഴി നിങ്ങൾ പിന്തുടരും. സഹാബിമാർ ചോദിച്ചു, ആരാണിവർ? ജൂതന്മാരും നസാറാക്കളുമാണോ മുൻ സമുദായങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമ്മമൻ, പിന്നെ ആരാണ്? അവരെയല്ലാതെ ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്തു. ഇന്ന് നാം നോക്കൂ, മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരുന്ന പുതിയ പുതിയ ഒട്ടേറെ സമ്പ്രദായങ്ങൾ വ്യക്തികളിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും ആഘോഷങ്ങളിലാണെങ്കിലും ആരാധനകളിലാണെങ്കിലും പല സമ്പ്രദായങ്ങളും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതല്ലാത്തത് കടന്നു വരുന്നു. അതിൽ ചിലതൊക്കെ തന്നെ റസൂലിനോടുള്ള സ്നേഹമാണ് എന്ന നിലക്കുണ്ടാകുന്നു. കഴിഞ്ഞ ആഴ്ച കാഞ്ഞങ്ങാട് എന്നുള്ള മഹല്ല് ജമാഅത്തിന്റെ ഒരു പ്രസ്താവന പത്രത്തിൽ വന്നു. നബിദിന പരേഡ് ഒഴിവാക്കണമെന്നും ആ പരേഡ് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ സമൂഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് എത്തിച്ചേർന്നത് നബിദിന ദിവസത്തിൽ മുസ്ലിമീങ്ങൾ എല്ലാവരും കൂടി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു രൂപം നാട്ടിൽ അസഹ്യമായതിന്റെ ഫലമായി മഹല്ല് കമ്മിറ്റി അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിൽ രണ്ട് ഈദുകളുണ്ട്, ഈദുൽ അദ്ഹായും അതുപോലെ ഈദുൽ ഫിത്തറും. ഈ രണ്ടെണ്ണമല്ലാത്ത ഒന്നിന് ഈദ് എന്ന് പറയാൻ പാടില്ലാത്തതാണ്, വളരെ ഹദീസുകളിൽ വ്യക്തവുമാണ്. എന്നാൽ പിൽക്കാലത്ത് മുൻഗാമികളിൽ ജൂതന്മാരും നസാറാക്കളും ചെയ്തു പോകുന്ന ഒരു സമ്പ്രദായമാണ് അവരുടെ കൂട്ടത്തിൽ ചില മഹാന്മാരുടെ ജന്മദിനങ്ങൾക്ക് ഈദ് എന്ന് പേര് കൊടുക്കുക. അങ്ങനെ ഈദ് എന്ന് പേര് കൊടുക്കുകയും ജന്മദിനം ആഘോഷിക്കുകയും ചെയ്യുക. അറബി ഭാഷയിൽ ക്രിസ്തുമസ് എന്ന് പറയുന്ന പേര് മീലാദ് എന്നാണ്. ക്രിസ്തു വർഷം എന്നതിന് ആം മീലാദി എന്ന് പറയും. മീലാദ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം അവരാണത് ചെയ്തതും അവരാണ് ഉപയോഗിച്ചതും എന്നതാണ്. അറബ് ലോകത്ത് അറബ് സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾ ധാരാളമുണ്ട്. ഈജിപ്തിലും ലബനോണിലും ഇറാഖിലും ഒക്കെ തന്നെ അറബികളായ ക്രിസ്ത്യാനികൾ അവരുടെ പള്ളികളിൽ അവരുടെ ചർച്ചുകളിൽ അറബിയിലാണ് എല്ലാം ചെയ്യുന്നത്. ബൈബിൾ പോലും അറബിയിലാണ്. ആ ഒരു സമ്പ്രദായം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ നമുക്ക് ഓതി തന്നത് പഠിപ്പിച്ചു തന്നത് ഖുർആനിൽ നിന്നാണല്ലോ. ഖുർആനിൽ എവിടെയും അങ്ങനെ ഒരു ആഘോഷത്തെപ്പറ്റി നേർക്കുനേരോ വ്യംഗ്യമായോ ഒരു സൂചന പോലുമില്ല. ചില മാസങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, റമദാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആദരണീയമായ 4 മാസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം തുടങ്ങിയ മാസങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തെക്കുറിച്ച് ഖുർആനിൽ ആ മാസമോ ദിവസമോ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായി ആ ദിവസങ്ങളിൽ ചെയ്യാൻ പറഞ്ഞില്ല. പറഞ്ഞ കുറെ കാര്യമുണ്ട്. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞു, വ്യാഴാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞു, അയ്യാമുൽ ബീദിൽ നോമ്പെടുക്കാൻ പറഞ്ഞു, ഫിത്ർ നമസ്കരിക്കാൻ പറഞ്ഞു, ളുഹാ നമസ്കരിക്കാൻ പറഞ്ഞു, ഒരുപാട് സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ പറഞ്ഞു.
ഈ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവർ കൂടി ഈ ഒരു ദിവസത്തെ കാത്തിരിക്കുന്ന ഒരു രൂപം എവിടെ നിന്ന് ആരംഭിച്ചു എന്നത് ചരിത്രകാരന്മാർ പരിധി നോക്കിയിട്ടുണ്ട്. ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. മദ്ഹബിന്റെ ഇമാമിങ്ങൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഒരുപാട് കിതാബുകളുണ്ട്. നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും ഇബാദത്തുകളെക്കുറിച്ചുമൊക്കെ ഒരു പുണ്യകർമ്മമായി ഇങ്ങനെ ഒരു സമ്പ്രദായം ഒരു കിതാബുകളിലും കാണാനും സാധ്യമല്ല. 4 നൂറ്റാണ്ടിന് ശേഷമോ 7 നൂറ്റാണ്ടിന് ശേഷമോ ആണ് മുസ്ലിം ലോകത്ത് ഇങ്ങനെ ജന്മദിനാഘോഷം കടന്നു വന്നത് എന്ന് പറയുന്നു. അത് പോയി അവസാനം ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ജന്മദിനം ആഘോഷിക്കുകയും അന്ന് കൊണ്ടാടുകയും അന്ന് പല സമ്പ്രദായങ്ങൾ ഒക്കെ കടന്നു വരുന്നത് ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്നോ രൂപത്തിൽ നിന്നോ അല്ല എന്ന് നമ്മൾ കാണണം. അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണം എന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ പറഞ്ഞത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, പറയുക. അള്ളാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക. യുഹിബ്ബുക്കുമുല്ലാഹ്, എന്നാൽ നിങ്ങളെ അള്ളാഹു സ്നേഹിക്കും. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പാപം ഏറെ പൊറുക്കുന്നവനാകുന്നു എന്ന്. അപ്പൊ അള്ളാഹുവിനെ പ്രിയം വെക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്പ്രദായങ്ങളെ, ചര്യകളെ, നടപടിക്രമങ്ങളെ പിന്തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവരെ സ്നേഹിക്കും, പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് അതാണ്. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നടപ്പിൽ വരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രിയം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അതാണ്. മൻ അഹബ്ബനി അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന, ഏതൊരാൾ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ശീലം നമ്മിൽ വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സലാത്ത് പറയുന്നു. അങ്ങനെ പറയണം എന്നത് അള്ളാഹുവിന്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് പറയാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു നമ്മെ ബോധിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നു. എന്താണ് അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇമാം തബരി പ്രസിദ്ധ തഫ്സീറാണ്, അതിൽ പറയുന്നു യുബാരിക്കൂന, അവരെല്ലാം തന്നെ അനുഗ്രഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. എന്താ ഓരോരുത്തരും ചെയ്യുന്നത്? ഒന്ന്, ഇന്നല്ലാഹ യർഹമുൻ നബിയ, ഇമാം ബഗവി പറയുന്നത് അള്ളാഹു നബിക്ക് സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ യർഹമുൻ നബിയ, അള്ളാഹു നബിക്ക് കാരുണ്യം ചൊരിയുന്നു എന്നാണ്. മലക്കുകൾ നബിക്ക് സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവം അല്ലെ ഒരു വാക്ക് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, സലാത്തുല്ലാഹി സനാഉഹു, എന്നിട്ട് പറയും സനാഉഹു അലൈഹി ഇൻദൽ മലായിക, അല്ലാഹു തആല മലക്കുകളുടെ സന്നിധാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന നല്ല വചനങ്ങൾ, അതാണ് അള്ളാഹുവിന്റെ സ്വലാത്ത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ പ്രസിദ്ധമായ തഫ്സീറിൽ പറയുന്നു, അസ്സലാത്തു അദ്വാ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്നാണ് അർത്ഥം. വയുഖാലു ഫിൽ ലുഗത്തി സല്ലല്ലാ അലൈഹി, ഭാഷയിൽ ഒരാൾ സല്ലല്ലാ അലൈഹി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. ഹാദൽ മാന, ഇപ്പറയുന്ന അർത്ഥം ഗൈറു മഅഖൂലുൻ ഫീ ഹഖ്ഖില്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കപ്പെടാൻ കഴിയുന്നതല്ല. ലിഅന്നഹു ലാ യദ്ഉ ലഹു, കാരണം അല്ലാഹു തആല നബിക്ക് വേണ്ടി ദുആ ചെയ്യുകയില്ലല്ലോ. അപ്പൊ അല്ലാഹു നബിക്ക് സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ല അർത്ഥം, അല്ലാഹു തആല നബിക്ക് റഹ്മത്ത് ചൊരിയുന്നു എന്നാണ്. ഇത്രമാത്രം കൃത്യവും വ്യക്തവുമായ ഇത് അല്ലാഹുവും സ്വലാത്ത് ചെല്ലുകയാണ് എന്ന് പറഞ്ഞ് വേറെ രൂപത്തിൽ മനസ്സിലാക്കുന്ന ഒരനുഭവം ഇപ്പോൾ ഉണ്ടാകുന്നു. അങ്ങനെ പലരും പറയുന്നു, പലരും എഴുതുകയും ചെയ്യുന്നു.
ഖുർആൻ പഠിച്ച മുഫസ്സിറുകൾ പറയുന്നത് അള്ളാഹുവിന്റെ സലാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാരുണ്യം നൽകലാണ്. മലക്കുകളുടെ സലാത്ത് അവർ കാരുണ്യത്തിന് വേണ്ടി ദുആ ചെയ്യലാണ്. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ റസൂലിന് സ്വലാത്തും സലാമും ചൊല്ലുവീൻ. അള്ളാഹുവിന്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പുതിയതുണ്ടായാലോ? അള്ളാഹുവിന്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത് എവിടെയൊക്കെയാ? നമ്മൾ അതും പഠിക്കണം. ഒന്ന്, ഹദീസിൽ പറഞ്ഞത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയണം. അത് നമ്മൾ ശീലമാക്കണം. കാരണം അങ്ങനെ വേറെ ഒരാളുടെ പേരിലും പേര് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ബർക്കത്തുകൾക്ക് വേണ്ടി, സലാമിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുആയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള സ്വലാത്ത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ സ്വലാത്ത് പറയുക എന്നതാണ് ഒരു ഉപദേശം. മറ്റൊന്ന്, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകളിൽ കുറെ ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് പറയണം, ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് പറയണം, തറഫൈൻ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങളിലുമുള്ള ദുആകളിൽ അല്ലെങ്കിൽ ദിക്റുകളിൽ എന്ത് പറയണം, അതിൽ സ്വലാത്തും ഉൾപ്പെടുന്നുണ്ട്. അപ്പോ രാവിലെയും വൈകുന്നേരവും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറയണം. മറ്റൊന്ന്, ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ സ്വലാത്ത് പറയുന്നത് സുന്നത്തായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് കേട്ടിട്ട് നമ്മൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന് പറയുന്ന ദുആക്ക് മുമ്പായി സ്വലാത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വേറെ ഒന്ന്, നമസ്കാരത്തിൽ സ്വലാത്ത്, നമ്മളല്ലേ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞ അത്തഹിയാത്തിൽ പറയുന്ന സ്വലാത്ത്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. പിന്നെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് സ്വലാത്ത് പറയാവുന്നതുമാണ്. അപ്പൊ ഇത്രയും ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറയാത്ത ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവില്ല. ഒരു രാത്രിയും ഉണ്ടാകില്ല, ഒരു പകലും ഉണ്ടാവില്ല, ഒരു ദിവസവും ഉണ്ടാവില്ല, ഒരാഴ്ചയും ഉണ്ടാവില്ല, ഒരു മാസവും ഉണ്ടാവില്ല, ഒരു വർഷവും ഉണ്ടാവില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് പറയാത്ത ഒരനുഭവം നമുക്കുണ്ടാകാൻ പാടില്ല എന്നതാണ്. അപ്പോ ഇത് സലാത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ കാര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ലാത്തതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കഴിയുന്നത്ര നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും ജീവിതത്തിൽ കൊണ്ടുവരണം. പലപ്പോഴും ബിദ്അത്തുകൾ വരുന്നത്, ദീനിലില്ലാത്തത് കടന്നു വരുന്നത് അവിടെയുള്ള സുന്നത്തുകൾ നഷ്ടപ്പെടുമ്പോഴാണ്. സുന്നത്തുകൾ ഇല്ലാതെയായി പോകുമ്പോൾ ആ സുന്നത്ത് പോകുമെന്ന് മാത്രമല്ല, അവിടത്തേക്ക് ബിദ്അത്തുകൾ കടന്നു വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് ഇഹ്യാഉസ് സുന്ന എന്നതാണ്. സുന്നത്തിനെ ജീവിപ്പിക്കുക, സുന്നത്തിനെ വളർത്തുക. എന്നിട്ട് നമ്മൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്ത് കാണിച്ച് ജീവിക്കുക. അള്ളാഹുവിനോട് കൂടുതൽ ഇഷ്ടമുള്ളവരായി നമ്മൾ ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾക്ക് കൂടുതൽ താല്പര്യവും സ്നേഹവും കാണിച്ച് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ എങ്ങനെ സ്നേഹിക്കുകയും പ്രേമം വെക്കുകയും ചെയ്യണമെന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുകയാണ് എന്നത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. ഈ രംഗത്ത് ധാരാളം പാളിച്ചകൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. ജീവിതത്തിൽ വളരെ ലാളിത്യം ശീലിക്കുകയും ദുനിയാവിനെ അത് തന്നെ വലിയ മോഹമായി നടക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഒരു കാലഘട്ടത്തിൽ സൂഫിമാർ എന്നറിയപ്പെട്ടിരുന്നത്. അതിന് സുഹദ് എന്നാണ് ആദ്യകാലത്ത് പറയപ്പെട്ടിരുന്നത്. സുഹദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം എന്നാണ്. ഈ ജീവിതത്തിന്റെ അപ്പുറത്തുള്ള ആഖിറത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ആ സുഹദ് ശീലിച്ചു വന്ന കുറെ നല്ല മനുഷ്യരുണ്ടായിരുന്നു. പിന്നെ അത് സൂഫികൾ എന്നും തസവൂഫ് എന്നും ആയപ്പോൾ അവർ സ്വയം ദിക്റുകളും സ്വയം ദുആകളും സ്വയം പുതിയ പുതിയ സംഗതികളും
ഉണ്ടാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക എന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും പ്രത്യക്ഷപ്പെടുത്തുകയും അങ്ങനെ ആത്മീയ സദസ്സുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രൂപം വന്നു. ഇപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം പോയി എവിടെ എത്തിയെന്നല്ലേ. ഇപ്പൊ അടുത്ത് ഒരു പണ്ഡിതന്റെ പരിശ്രമങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായത്, ഏറ്റവും ലാസ്റ്റിൽ വന്നൊരു കാര്യം എന്താണെന്നറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുകളിൽ മൂടിയിരുന്ന ഒരു തുണി അദ്ദേഹം മദീനയിൽ വെച്ച് ഒരാളുടെ അടുത്ത് വെച്ച് കണ്ടു. 350 വർഷം പഴക്കമുള്ളതാണ് ആ തുണി. ആ തുണിയിൽ ഇന്ന ഹദീസുകൾ എഴുതി വച്ചിരിക്കുന്നു. അപ്പോ അതിന് എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, $5 മില്യൺ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, നോക്കാം എന്ന് പറഞ്ഞാൽ അതിലൊരു പുണ്യം കാണിച്ച് കയ്യിലാക്കാനുള്ള ഒരു ശ്രമം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആണ് എന്ന് പറഞ്ഞൊരു മുടി കൊണ്ടുവന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ വർഷം മുടിയിട്ട വെള്ളം കൊടുക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്, അത് സംസമിൽ ചേർത്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഈ വർഷം മറ്റൊരു പ്രത്യേകതയുണ്ട്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുകളിൽ പുരണ്ട പൊടി കൊണ്ടുവന്ന് അത് കലക്കിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിന്റെ സഹാബത്തോ അടുത്ത നൂറ്റാണ്ടിലെ ആളുകളോ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്തിരുന്ന വെള്ളമെടുത്ത് അത് സൂക്ഷിച്ചു വെച്ച ആളുകളോട്, അതുകൊണ്ട് വുളു ചെയ്യാൻ ശ്രമിച്ച ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ യഹ്മിലുക്കും അലാ ഹാദാ, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഹബ്ബുല്ലാഹി വ റസൂലി, അള്ളാഹിനോടും റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത് എന്ന്. അവിടെ പോലും ഒരു ബർക്കത്ത് കൊണ്ടാന്ന് പറഞ്ഞില്ല, സ്നേഹം കൊണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മൻ സറഹു അൻ യുഹിബ്ബല്ലാഹ വ റസൂലഹു ഔ യുഹിബ്ബഹുല്ലാഹു വ റസൂലുഹു, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും അവനെ ഇഷ്ടപ്പെടുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഫൽ യുസദ്ദിഖ് ഹദീസഹു, വർത്തമാനം പറയുമ്പോൾ സത്യം പറയാം. അതുപോലെ തന്നെ ഫൽ യുഅദ്ദി അമാനത്തഹു ഇദാ ഉതുമിന, വിശ്വസിച്ച ആളുകൾക്ക് ആ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ പുലർത്തുക, വിശ്വസിച്ചാൽ ചതിക്കാതിരിക്കുക. വൽ യുഹ്സിൻ ജവാറ മൻ ജാവറഹു, അയൽപ്പക്കത്ത് ജീവിക്കുന്ന ആളുകളോട് നല്ല നിലക്ക് പെരുമാറുക. ഇതൊക്കെയാണ് അള്ളാന്റെയും റസൂലിന്റെയും സ്നേഹം കിട്ടാൻ വേണ്ടത്. 3 കാര്യം അവിടെ പറഞ്ഞത്. സത്യം പറയുക, വിശ്വസിച്ചാൽ വിശ്വാസ്യത പുലർത്തുക, അയൽവാസികൾക്ക് നല്ലത് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു സുന്നത്തും ആളുകൾക്കും ശ്രദ്ധയല്ല. സത്യം പറയണമെന്നില്ല, അയൽവാസിയോട് നല്ല നിലക്ക് പെരുമാറണമെന്നില്ല, അതുപോലെ തന്നെ വിശ്വാസ്യത തീരെ പരിഗണിക്കേണ്ടതില്ല. എന്നിട്ട് പറയുന്നു, ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ എവിടെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതിന് പുണ്യം കൽപ്പിക്കുക. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, മുനാഫിക്കുകളിൽപ്പെട്ട അവരുടെ നേതാവ്, അദ്ദേഹത്തിന്റെ മകൻ ആവശ്യപ്പെട്ടു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരിച്ചപ്പോൾ നബിയുടെ വസ്ത്രം ഉപയോഗിച്ച് കഫൻ ചെയ്തു. ആ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവർ മുനാഫിക്കുകളാണെന്നും മുനാഫിക്കുകൾക്ക് നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശം വരുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരം ധരിച്ചൊരു വസ്ത്രം ഊരിക്കൊടുത്ത് അതിൽ കഫൻ ചെയ്തിട്ട് പോലും അദ്ദേഹം രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് ചെയ്തിരുന്ന ആ മകന്റെ വാക്കുകളും വേറെ സംഭവങ്ങളാണ് പറയുന്നത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്. ആ നിലയിൽ ആളുകളെ തെറ്റിച്ചു കൊണ്ടുപോവുകയും അള്ളാഹുവിനോടും റസൂലിനോടുള്ള മഹബത്ത് തെറ്റിപ്പോവുകയും ചെയ്യുമ്പോൾ ഈമാൻ പോലും ആളുകൾക്ക് നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യണം എന്നതാണ്. എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് ഇസ്ലാമിൽ ആവശ്യപ്പെട്ടിട്ടുള്ള അമലുകൾ വർദ്ധിപ്പിക്കണം, ധാരാളമായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണം ശീലമാക്കണം, ദിക്റും ദുആകളും വർദ്ധിപ്പിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേരിൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയണം. ഇങ്ങനെയുള്ള ഒരു മതത്തിൽ പറഞ്ഞിട്ടുള്ള ആത്മീയതയിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ പിന്നെ അവിടെ ഒരു ബിദ്അത്തിന് സ്ഥാനം ഉണ്ടാവില്ല, അതിന് നേരം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നവും കൂടി സൂചിപ്പിക്കുകയാണ്. എല്ലാവരും ബേജാറാവുന്നു പല കാര്യങ്ങളും കേൾക്കുമ്പോൾ, അല്ലെ? വീട്ടിലേക്ക് തിരിച്ചു പോവലാണ്, ഗർ വാപ്പസിയാണ്, അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കെന്താ അതിനെക്കുറിച്ച് പറയാനും നമുക്കൊരു തീരുമാനവും ഉള്ളത്?
ഒന്നാമതായി ഉള്ളത്, ഏകദൈവ വിശ്വാസിയായ ഒരാൾ ഒരിക്കലും ബഹുദൈവ വിശ്വാസിയാവില്ല. അള്ളാഹു മാത്രമാണ് ഏക ആരാധ്യൻ എന്ന് വിശ്വസിക്കുന്ന ഒരാള് നാളെ പിറ്റേന്ന് കുറെ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനും കുറെ ദൈവങ്ങളെ ആരാധിക്കാനുമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തൂല. ചിലപ്പോ ദൈവനിഷേധിയായി പോയാലൊക്കെ ഉണ്ട്, അത് നമ്മൾ കാണില്ല. പക്ഷെ ഒരു മുശ്രിക്കായി മാറുക എന്നത് വിശ്വാസമുള്ള ആളിൽ നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആളുകൾ എങ്ങോട്ടെങ്കിലും പോണു വരുന്നു എന്നത് വിശ്വാസിയല്ല എന്നതിന്റെ തെളിവാണത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉള്ളവനല്ല, അല്ലെ അള്ളാഹുലും മലക്കിലും പ്രവാചകന്മാരിലും ഒക്കെ വിശ്വസിച്ചവനല്ല, മുസ്ലിം പാരമ്പര്യത്തിലുള്ളവനാ. മാപ്പിള സമുദായത്തിൽ ജനിച്ചവനെ നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നു, ഹിന്ദുക്കളുടെ കൂടെയുള്ള ആളെ ഹിന്ദു എന്ന് പറയുന്നു, ക്രിസ്ത്യാനിയെ പറ്റിയും അങ്ങനെ പറയുന്നു. അപ്പൊ ഒരാൾ മറ്റൊരു ആളുടെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഏറി വന്നാൽ അവന്റെ ജീവിത ശൈലി മാറി എന്നല്ലാതെ നമുക്കത് ഇസ്ലാം അനുഷ്ഠിച്ച ഒരാൾ ഇസ്ലാമിൽ നിന്ന് പോയി എന്ന് പറയാൻ കഴിയില്ല. അല്ലെ ആരെയാണ് ഈ മാറ്റുന്നതെന്നറിയോ? ആരെ ഇസ്ലാമിലേക്ക് വരുന്നത് അതാദ്യം നോക്കണം. ഇസ്ലാമിലേക്ക് വരുന്നത് വലിയ ബുദ്ധിജീവികൾ, വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, വലിയ സാഹിത്യകാരന്മാർ ലോകത്ത് കിഴക്കും പടിഞ്ഞാറും രാജ്യങ്ങളിൽ അങ്ങനെയാണ്. യൂറോപ്പിലും ഇസ്ലാമിലൊക്കെ, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇസ്ലാമിലേക്ക് ഇപ്പോഴും വരുന്നത് വളരെ കൂടുതൽ സ്ത്രീകളാന്ന് പറയുന്നത്, സ്ത്രീകളിൽ തന്നെ യുവതികളാന്ന് പറയുന്നത്. എന്താ കാരണം? അവർക്ക് ഇസ്ലാം ഒരു സുരക്ഷയാണെന്ന് തോന്നുന്നുണ്ട്. ഈ പഠിച്ച ആൾ ഇപ്പൊ രജാ ഗറോഡി വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു ഫ്രാൻസില്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അല്ലെ മുഹമ്മദ് അസദ് വലിയൊരു സഞ്ചാരിയായിരുന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. വലിയ വലിയ ആളുകൾ, പണ്ഡിതന്മാർ, ചിന്തകന്മാർ ഇസ്ലാം സ്വീകരിക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുണ്ട്, വിസ്റ്റൺ ചർച്ചിൽ ഇസ്ലാം സ്വീകരിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തിരുന്നു എന്നൊരു രേഖ ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വന്നു. അതൊരു പത്രത്തിൽ വന്നപ്പോൾ ആ പത്രത്തിന്റെ സോഴ്സ് അന്വേഷിച്ചപ്പോൾ ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചതാണ്, അവിടെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ടെന്താ, റേഷൻ കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, അല്ലെ അരി വാങ്ങാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, അവർ ഏത് ദീനിലാണെന്ന് അവർക്ക് തന്നെ അറിയാത്ത ആളുകളെ മതം മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ബേജാറാകേണ്ട, വിശ്വാസികൾക്ക് ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദീൻ പഠിപ്പിച്ചു വരേണ്ട ആളുകൾക്ക് ദീൻ എത്തിക്കാത്തത് നമ്മുടെ കുറ്റമായി തീരും. അവരെന്തുകൊണ്ട് അങ്ങനെയായി? അവർക്ക് എന്തുകൊണ്ട് ദീൻ എത്തിയില്ല? എന്തുകൊണ്ട് ഈമാൻ ശക്തമായില്ല എന്ന വിഷയത്തിൽ നമുക്ക് നമ്മുടെ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റൊരു സംഗതി ഇപ്പോൾ അടുത്തു വന്നതാണ്, യു പിയിൽ നിന്ന് വന്നതാണ്. എല്ലാ കുടുംബത്തിലേക്കും ഈ ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്ന ആളുകൾ പഠിപ്പിച്ചതാണ് ബഹുലാവോ ബേട്ടി ബജാവോ എന്ന ഒരു പുതിയ ക്യാമ്പയിൻ. എന്ന് പറഞ്ഞാൽ ഒരു മരുമകളെ കൊണ്ടുവരിക, മകളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു കുടുംബത്തിലേക്ക് മുസ്ലിം ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് മരുമക്കളെ കൊണ്ടുവരിക, ആൺകുട്ടികളെ കൊണ്ട് അവരെ കല്യാണം, അതിന് പ്രണയവും കാര്യവും ഒക്കെ ഉണ്ടാക്കുക, എന്നിട്ട് ഈ കുട്ടികളെ ആ തറവാടിലേക്ക് എത്തിക്കുക എന്ന്. ഇത് നമ്മൾ കരുതേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? കുട്ടികൾക്കുള്ള നിയന്ത്രണത്തിന്റെ കുറവ്, മറ്റൊന്ന് നമ്മുടെ കുട്ടികൾക്കുള്ള ബോധവൽക്കരണത്തിന്റെ കുറവ്. അത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. പലതും പറഞ്ഞും പ്രേരിപ്പിച്ചും ആയും അങ്ങനെ എനിക്ക് അത് മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. വിശ്വാസം നഷ്ടപ്പെടുന്നു, ഈമാൻ ഇല്ലാതെയാവുന്നു, ദീനില്ലാതാവുന്നു. ഇത് എളുപ്പം നടക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഇപ്പൊ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കോളേജുകളിലാണ്, അവർ സ്കൂളുകളിലാണ്, മറ്റു സ്റ്റേറ്റിൽ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഫോണുകളുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, പല പരിപാടികളുണ്ട്. അപ്പൊ അനാവശ്യ ബന്ധങ്ങൾ ഉണ്ടായിത്തീർന്നാൽ വരാൻ പോകുന്ന അനുഭവങ്ങളെക്കുറിച്ച് കൂടെ ഇരുന്ന് മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിലൊരു ലജ്ജ ആവശ്യമില്ല. വിവാഹപ്രായമാകുന്നതിന് മുമ്പ് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറഞ്ഞു കൊടുക്കുക, മോനെ നിന്റെ വിവാഹപ്രായം എത്തിയിരിക്കുകയാണ്, കല്യാണം കഴിക്കണം. ഒരാളെ ഞാൻ അന്വേഷിക്കാം, അല്ലെ നിനക്ക് അന്വേഷിക്കാം, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? എന്നോട് പറയാം പ്രയാസമുണ്ട്, ഉമ്മയോട് പറയാം, അല്ലെ ഫ്രണ്ട്സിനോട് പറയാം. എന്തിനാണെന്നറിയോ? ഇത് മുറുക്കെ പിടിക്കേണ്ട സംഗതിയല്ല. ഇതൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ആണായാലും പെണ്ണായാലും ജീവിതം ഇത് കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. ഈ കാണുന്ന ആദ്യ കാലഘട്ടത്തിലെ ഈ സംഗതിയൊക്കെ 4-5 കൊല്ലം കഴിയുമ്പോൾ തീരുന്നതാ. പിന്നെ 4-5 കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ പൊട്ടേന്ന് വെക്കലാണത്. നിങ്ങൾ ആലോചിക്കേണ്ട സംഗതിയാ. അങ്ങനെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ വളരെ കൂടുതൽ, പഠനം നടത്തിയാൽ അറിയാം, പരാജയപ്പെട്ട ബന്ധങ്ങളും വളരെ കൂടുതലുണ്ട്. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എവിടുന്ന് വന്നു എന്നറിയില്ല, എവിടെ പോകുമെന്നറിയില്ല. അങ്ങനെയാണ് 10-20 വർഷക്കാലം പോറ്റി വളർത്തി സംരക്ഷണം നൽകി പഠിപ്പിച്ചു. എന്നിട്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉമ്മയും വാപ്പയും സഹോദരങ്ങളെയും കുടുംബത്തെയും നാടിനെയൊക്കെ ഉപേക്ഷിച്ച് ഏതോ ഒരു പെണ്ണിന്റെ കൂടെ ഏതോ ഒരു ആണിന്റെ കൂടെ പോകുന്നൊരവസ്ഥയിലെത്തുന്നു. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലേ, ബുദ്ധി വരാഞ്ഞിട്ടല്ലേ, ആലോചിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ? ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നല്ല ബന്ധങ്ങൾ, നല്ല ദീനുള്ള സ്വഭാവമുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അനാവശ്യ ന്യായങ്ങളും നിബന്ധനകളും പറഞ്ഞ് വിവാഹം നടത്തിക്കൊടുക്കാതിരിക്കുന്ന രക്ഷിതാക്കളും ഭയപ്പെടണം.
ഇദാ ജാഅക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. ദീനും ഹുലുക്കുമുള്ള ആളുകൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ അത് നടത്തി കൊടുക്കണം. നടത്താതിരുന്നാലോ ഇല്ലാ തഫ്അലൂഹു തകും ഫിത്നത്തും ഫിൽ അർളി വഫസാദുൻ അരീം. ഭൂമിയിൽ വമ്പിച്ച കുഴപ്പങ്ങളും നാശങ്ങളും ഫിത്നയും ഫസാദും ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ നമ്മൾ പറയല്ലോ തറവാട് അങ്ങനെ അല്ലെ, വീട് ഇങ്ങനെ അല്ലെ, സമ്പാദ്യം ഇങ്ങനെ, അങ്ങനെ വല്ലാതെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നാശവും കുഴപ്പമുണ്ട്. ദീനും ഹുലുക്കും അതായിരിക്കണം നമ്പർ 1 എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കി കൊടുക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഇണകളുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അല്ലാഹുവേ നീ പൂർത്തീകരിച്ച് തരണമേ. എല്ലാ ആളുകൾക്കും സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ അല്ലാഹുവേ നീ സുഖപ്പെടുത്തി കൊടുക്കണമേ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ക്ലേശം അനുഭവിക്കുന്നവരുടെ എല്ലാ ക്ലേശങ്ങളെയും റഹ്മാനായ അല്ലാഹുവേ നീ ദൂരീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമുദായവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള വിശ്വാസവും ഈമാനും കരുത്തും നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.